എല്ലാവർക്കും നമസ്കാരം, ഏവർക്കും നമസ്കാരം. പോരൂ, ഇത് ഈ തത്സമയം എല്ലാവരും ഷെയർ ചെയ്യും. പിന്നെ അടുത്ത് ഒരുത്തിക്കാം. കൊടും അസൂയ മൂത്ത ഒരുത്തിക്ക്, ദേഹം വികലമായതുപോലെ തന്നെ വർത്തമാനങ്ങളും മനസ്സും വികലമായ ഒരുത്തിക്ക് നന്നായിട്ട് ഇത് ഷെയർ ചെയ്ത്. ഇത് അവരുടെ പേരെന്തോ, തെറി താത്താന്ന അവരുടെ പേര്. തെറി പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന തെറി താത്തയാണ് അവളെ പേരിട്ട് വിളിക്കുന്നത്. തെണ്ടിച്ചി. എനിക്കറിയില്ല അവളുടെ പേര് തെറി താത്ത. വേറൊരു പേരുണ്ട്, ഷെബീന ബീബി. അവള് ഷെബീന ബീബി ഒന്നുമല്ല. ഇപ്പോൾ ഉള്ള നല്ല മിടുക്കികളായ പെൺകുട്ടികളുടെ എല്ലാം വായിലിരിക്കുന്ന എല്ലാ വഴക്കുകളും കേട്ട് ഒക്കെ കഴിയുന്ന ഒരു വികൃത ജന്മം. ഒരു മൈരത്തി തെറി താത്ത എന്ന് പറയുന്നത്. നീ പിന്നെ എന്ത് ഓടി കൂട്ടിച്ച് അവിടെ ഇരുന്ന് പറയുന്നത്? നീയും തെറി തന്നെയല്ലേ പറഞ്ഞ് കാശുണ്ടാക്കുന്നത്? നീ നാഗാദേവി എന്ന് വിടും കേട്ടോ. നീ എന്നോളം എത്താൻ നീ ഒന്നും ആയിട്ടില്ല മൈരത്തി, തെറി പുണ്ടച്ചി, തെറി താത്തച്ചി. നീ നാഗാദേവി വിട്ടുപിടിക്കും. നീ കുറച്ച് നാളെ നാഗാദേവിയുടെ പിന്നാലെ ഒന്ന് നടന്നതാ, മൂവി പോയി. നിനക്ക് അതെല്ലാം വായിലിരിക്കുന്ന നീ കേൾക്കുന്നുണ്ട് പുണ്ടച്ചി, തെറി താത്ത, ഷെബീന ബീബി. നിന്റെ ഭൂതിയിലോട്ട് ഞാൻ വന്നോടി മൈലേ? ഇല്ല. ഈ ലൈവ് ഒന്ന് എന്താ പറയാ, ഷെയർ ചെയ്യൂ. പറ്റുന്നവർ അവിടെ അണ്ണാക്കിലോട്ട് കൊണ്ടുവന്ന് ഇതൊന്ന് കേൾപ്പിക്കും. എവിടെങ്കിലും ഇരുന്ന് നാഗാദേവി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ടുണ്ടാക്കാൻ വരല മൈരത്തി. നീ മറ്റുള്ളവരെ നീ എന്തെങ്കിലുമൊക്കെ പറയാം. നാഗാദേവിയെ നീ ഉണ്ടാക്കാനായിട്ട് നീ വളർന്നിട്ടില്ല കേട്ടോ. ഉണ്ടേ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോടി പൂറി? ഇല്ല, ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഈ നന്നായിട്ട് കിടന്നുകൊള്ളും. എല്ലാവർക്കും ഇഷ്ടമാണ് നിന്നെ ഞാൻ തെറി പറയുന്നത്. കാരണം നീ പറയുന്നതും തെറിയാ കേട്ടോ. നീ പിന്നെ അവിടെ ഇരുന്ന് എന്തോ അടച്ചിട്ട് ഒരു മുറിക്കകത്തിരുന്ന ആളുകളെ വിളിക്കുന്ന എന്തോ തെറിയില്ല. പക്ഷെ നിന്നെ പോലെ ഞാൻ അടച്ചിട്ട മുറിക്കകത്തിരുന്നല്ല. ഞാൻ താണ്ടി ഈ തുറസായ എൻ്റെ ഈ ക്ഷേത്രത്തിലിരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതെന്റെ ക്ഷേത്രമാണ്. നിനക്ക് ഇവിടെ തല്ലി പൊളിക്കാൻ വരണോടി ഉണ്ടച്ചി. വരണോ നിനക്ക്? നീ രക്ഷപ്പെടില്ല മോളെ കേട്ടോ. എല്ലാവരുടെ അടുക്കലും കളിക്കുമ്പോൾ നാഗാദേവിയുടെ അടുക്കലോട്ട് കളിക്കാൻ പറ്റരുത്. രക്ഷപ്പെടില്ല നീ. ഏതോ ഒരു മൈലൻ ചെറുക്കൻ ഏതോ ഒരു വർത്തമാനം ചോദിച്ചു. അവനെ തെറി കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ തപ്പി അവൻ അവിടെ വന്നത്? അവനെ വരാതിരിക്കാമല്ലോ. അവിടെ വീട്ടിൽ അമ്മയില്ലേ, പെങ്ങളില്ലേ, സുഹൃത്തുക്കളില്ലേ? നാഗാദേവിയുടെ അടുക്കലേക്ക് തന്നെ എന്തിനാ അവൻ വീഡിയോ പൊക്കി പിടിച്ചോണ്ട് വന്നത്? അവൻ എന്റെ വീഡിയോ ദൃശ്യം അവന്റെ ചാനലിലിട്ട് അവന് പണം ഉണ്ടാക്കാനാ. നീയും അത് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഉണ്ടേ എനിക്ക് ATM കാർഡില്ലേ, ബാങ്ക് അക്കൗണ്ട് ഇല്ലേ, ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎം എന്തെങ്കിലും ഉണ്ടോ? പോട്ടെ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? നീ പിന്നെ നിന്റെ വസ്ത്രവും അടിവസ്ത്രവും ഒക്കെ നീ പിന്നെ കാശ് കൊടുക്കാതാണോ നിനക്ക് കിട്ടുന്ന പുണ്ടച്ചി? ഇത് എന്തോ തെറിയതാത്തയോ ഷെബീന ബീവി ആ മൈരത്തിക്ക് അങ്ങോട്ടൊന്നും അയച്ചു കൊടുത്തരെല്ലാവരും. അവള് നാഗാദേവിയെ കൊണക്കാൻ വരിക. നീ എന്നോളം ആയിട്ടില്ല കേട്ടോ. നിന്റെ പേരെന്താ ആൾക്കാർ ഇട്ടേക്കുന്ന? തെറി താത്ത. അല്ലാതെ ഷെബീന ബീവി എന്നൊന്നും അല്ല. നിനക്ക് എന്തോ മൈരുണ്ട് മൈരേ. നീ ആ തിരക്കും ആ പയ്യൻ നല്ല മരുവിന് കൊടുക്കുക. എന്തോ മറുപടിയാ? ആ മൈരൻ എന്തിനാ അവിടെ വന്നത്? നാഗാദേവിയുടെ രൂപം എടുക്കാൻ, വീഡിയോ എടുക്കാൻ, എന്നിട്ട് അത് പബ്ലിക്കിലേക്ക് ഇടുക. അതാണോ അവന്റെ തൊഴിൽ? അവന്റെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവൻ അവരുടെയൊക്കെ വീഡിയോ എടുക്കാൻ വന്നില്ല? ചിന്തിക്കണം. എനിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും എനിക്ക് വേണ്ടുന്ന ചുറ്റുപാടുകളും ഒരു പൂറി. നിനക്ക് മാത്രം കാറിനകത്ത് ഞെളിങ്ങിരുന്ന് പോയാൽ മതിയോ? എനിക്കും ഉണ്ട് കാറിൽ പോകണമെന്നും. നിനക്ക് മാത്രം പൂറിനകത്ത് ഇരുന്ന് പോകണമെന്നല്ലേ? നാളേക്കും ഉണ്ട്. നാളെ ഊമ്പാനല്ലോ പഠിക്കാൻ പോയത് കേട്ടോ. നിനക്ക് മാത്രം കാറിനകത്ത് ഇരുന്ന് സൂച്ചാൽ മതിയോ? കറക്റ്റ് എന്ന് പറഞ്ഞു. നാളെ എന്നും കൊന്നു ഈ തകരപ്പാട്ടിനകത്ത് കിടക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? നിന്നെപ്പോലെ മറ്റുള്ളവരെ തെരുവിളിച്ചല്ല നാഗാദേവി ജീവിക്കുന്നത് കേട്ടോ. നാഗാദേവി ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. നേരെ ഇരുട്ടുന്നാണ് വിളക്ക് കത്തിക്കുന്നത്. നിന്റെ കാഴ്ചപ്പാടിൽ അന്ധവിശ്വാസമാണെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ അന്ധവിശ്വാസമല്ല. ഇരുട്ടാവുമ്പോൾ വീട്ടിലൊരു വിളക്ക് കത്തിക്കണം. എന്നിട്ട് പുണ്ടച്ചി, എന്റെ വീട്ടിൽ വിളക്ക് കത്തിച്ചാലേ വെട്ടം ഉണ്ടാവുള്ളൂ. അതിന് എണ്ണ വേണം, തിരി വേണം, എല്ലാം വേണം. അതൊക്കെ കൊണ്ടുവരാൻ നിനക്ക് ആവൂടി മൈരത്തി. ഒരു മുറിക്കകത്തിരുന്ന് തെറി വിളിക്കും പോലെയല്ല ഞാനിവിടെ എന്റെ കറക്റ്റ് ജോലിയാണ് ചെയ്യുന്നത്. നിന്റെ അടുത്ത് എന്താ വന്നോടി പട്ടി കൊലയാരി പുണ്ട പൂറി മോളെ, ഷെബീന ബീവി തെറി താത്ത എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ. എനിക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട് മുറിക്കകത്തിരുന്ന് തോന്നിയാസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു. നിനക്കറിയാവോ? നീ എന്ത് മൈര? നീ ഇത് ചോദിച്ചു വാങ്ങുകയാണ്. എന്റെ സ്വകാര്യ ജീവിതത്തിലേക്കാണ് നീ കൈ കടത്തുന്നത്. നിന്നോട് ആരെ പറഞ്ഞ മറ്റുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ എനിക്ക് പോകേണ്ട എന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൈ കടത്താൻ നിനക്ക് ആരെ അവകാശം തന്നത്? നീ പറയുന്നത് പിന്നെ നല്ല കാര്യമാണോ? ഇങ്ങോട്ട് കിടന്നവളെ മുടിഞ്ഞവളെ നീ ഉൾപ്പെടെയുള്ള ആ മൈരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ പൈസ വേണമെങ്കിൽ നാഗാദേവിയുടെ മുഖം വേണം. നാഗാദേവി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാ. ഐ ആം പെർഫെക്റ്റ് എന്നോ റെസ്പെക്ട് എന്നോ? നിന്നെപ്പോലെ അടച്ചിട്ട മുറിയിലൊക്കെ ഇരിക്കുമല്ലേ ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ചുറ്റും ക്യാമറകളും ഒക്കെ വരും. നിന്റെ തൊരിയ മോന്ത പോലെയല്ല എന്റെ സുന്ദരമായ മുഖം. അതിന് ചുറ്റും ആളുകൾ വരും. നിന്നെപ്പോലുള്ള മൈരികൾ തന്നെയാണ് എനിക്ക് ചുറ്റും ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്നോട് ചോദ്യം ചോദിക്കാം. ഞാൻ മിണ്ടൂല. നെൽക്കലിന്റെ പോലെ തന്നെ ഇങ്ങനെ നിൽക്കും. ആ മൈരിൻ തർക്കന് പിന്നെ ഞാൻ മറുപടി കൊടുത്തു. അവ മൈരിലെ ചോദ്യം ചോദിച്ചതുകൊണ്ട് അവനോട് എന്റെ ഷെഡ്ഡി ഉൾപ്പെടെ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോഴേ അവ ഇരുന്ന് പോയി. അപ്പൊ അങ്ങനെ അടുത്ത കാര്യം ദൈവത്തിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങിയെന്നാണ്. നാഗാ സൈരേന്ദ്രൻ ദേവിയെ എന്ന് പറഞ്ഞ് പണം വാങ്ങുന്നത് ആരാ? അവനാ. മറ്റു ആളുകൾ ഇത് കണ്ടു പഠിക്കില്ലേന്ന്. എന്റെ രീതി കണ്ടാണോ മൈരത്തി നീ പഠിക്കുന്നത്? നീ കുട്ടിക്കാലം മുതൽ എന്നെ കണ്ടാണോ നീ വളർന്നത്? ആ മൈരൻ എന്നെ കണ്ടാണോ വളർന്നത്? അവന്റെ അമ്മയെ അച്ഛനെ കണ്ടാ വളർന്നത്? നീയൊക്കെ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം മൈരത്തി. ആ മൈരത്തിക്ക് ഈ വീഡിയോ ചാനൽ അല്ലെ ഈ തത്സമയം ഒന്ന് ഷെയർ ചെയ്യുക.
ഗുരു ദിവ്യ നാളെ സൈരന്ത്രി ദേവി അവൾക്ക് ആ പേര് വിളിക്കാൻ പറയുന്നത് വയ്യുന്ന നിന്നോട് ഞാൻ പറഞ്ഞു മൈരത്തി എന്റെ പേര് വിളിക്കാനായിട്ട് നിന്നോട് ആരെ ഞാൻ പറഞ്ഞത് നിന്നെ ആർക്ക് വേണം കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെ വേണ്ടിയില്ല എന്തെങ്കിലും മൈരത്തരം അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടിയില്ല നീ അന്നോട് മൈര എനിക്ക് കഞ്ചാവും മറ്റും ലഹരി മരുന്നുകളൊക്കെ തരുന്നത് ഞാനൊന്ന് ഇവിടെ പച്ച പിടിച്ച് വരുന്നതാണ് നിനക്ക് തീരെ പറ്റുന്നില്ലല്ലോ ഞാൻ ചുമന്ന കാറിലൊക്കെ വന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നിന്റെ കൂടി ഇരുന്ന് പുറക്കു വന്നോടി മൈരത്തി നിനക്ക് മാത്രം കാറിലും കൂടുതലും ഒക്കെ സഞ്ചരിച്ചാൽ മതിയോ അതെല്ലാവരും നാട്ടിൽ ഇങ്ങനെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നെ പോലെ ഒരാൾ ഇവിടെ ഇങ്ങനെ വിദ്യാസമ്പന്നയായ ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ലല്ലോ എന്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് ആളുകൾ എന്റെ ചുറ്റും കൂടുന്നത് കേട്ടോ ഞാൻ അത്രത്തോളം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പിറന്ന് ഇത്രത്തോളം വന്ന് ഒരുത്തിയാ നീയോടി ഉണ്ടേ എന്റെ വളർച്ച നിനക്ക് അസൂയല്ലേ വെറുതെ അല്ലേ നീ അങ്ങനെ ആയിപ്പോയത് നീ ഇങ്ങനെ തന്നെ നരകിച്ച് ജീവിക്കണം തെറിയതാത്ത എന്ന് പറഞ്ഞ മൈരത്തി ഒരു മൈരത്തി നിനക്ക് എത്ര പേരെ ശാപം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിന്നെ ഇട്ട് തെറി വിളിച്ച് കൊല്ലുക എന്റെ കൂടെ ശാപം നീ വാങ്ങിച്ചു മൈരത്തി തെറിയതാത്ത എന്ന് പറയുന്ന ഷെബീന ബീബി ഉണ്ടത്തി പൂറി പോളെ നീ ഒരു പെണ്ണാന്നോടി എന്റെ സകല കൺട്രോളും വിട്ടാ ഞാൻ പറഞ്ഞത് നീയൊക്കെ ഇതുവരെ എന്നെ മീഡിയ വഴി എന്നെ എത്രത്തോളം മോശക്കാരിയാക്കി എത്രത്തോളം പ്രാന്തിയാക്കി അതുപോലെ കാത്തിവരാ എന്നെ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ കാത്തിയോളാം നീ ഇനി ഞാൻ അത് നിയമം മുഴുവൻ എന്റെ പറ്റത്ത എന്നെ ജയിലിൽ കൊണ്ടിട്ടാൽ പോലും ആളുകൾ എനിക്ക് പിന്നാലെ വരുള്ളൂ നീ അങ്ങനെ കണ്ടത് നിന്നെ ഞാൻ ചോദിക്കത്തില്ല കേട്ടോ എന്നെ ഉണ്ടാക്കിയിട്ട് നീ അങ്ങനെ കയറി അങ്ങ് വിരിഞ്ഞ് നിന്റെ പൂർവ്വം വിരിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ട കേട്ടോടി മൈരത്തി തെറിയതാത്ത എന്ന് പറയുന്ന കുണ്ടച്ച് പൂറി മോളെ ഞാൻ ഇങ്ങനെ തന്നെ നിന്നെ വിളിക്കും ഞാൻ അക്ഷരങ്ങൾ എടുത്താൽ ഉപയോഗിക്കുന്നത് ഈ അക്ഷരങ്ങൾ നിനക്ക് നിർത്താൻ പറ്റുമോ നീ പിന്നെ എന്തോ വിളിക്കുന്ന തെറി എല്ലടി വിളിക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണ നീ എന്നോട് എന്തൊക്കെ പറഞ്ഞു കഞ്ചാവ് അടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ വിട്ടു കളഞ്ഞത് കാരണം നിന്നെ പോലെ ഒരു വൃത്തികെട്ട ഒരു നശിച്ച നാരിയോട് എനിക്ക് സംസാരിക്കാൻ വയ്യ പക്ഷെ വീണ്ടും ഞാനിപ്പോൾ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും കാരണം ഞാനൊന്നും ഇവിടെ എന്റേതായിട്ടുള്ള രീതിയിൽ ചിത്രങ്ങൾ വരച്ചും ശില്പങ്ങൾ പണിയും ഇത്തിരി നേരെ ഇരുട്ട് നമ്മൾ വിളക്ക് കത്തിച്ചും തൊഴുതും ഒക്കെ അത് എന്റെ രീതി അറിയും എന്റെ ഇഷ്ടങ്ങൾ അതൊക്കെ എന്റെ സ്വകാര്യ ജീവിതത്തെ നീ കൈകടത്താൻ വരരുത് എന്റെ ദേഹം എന്റെ തൊലി എന്റെ കണ്ണ് എന്റെ മുക്ക് എന്റെ നാവ് ഞാൻ ജീവിച്ച് എന്റെ ദേഹം പച്ച രക്തം ഇവിടെ ഞാൻ എന്റെ ഈ ശ്വാസം പോകുന്നത് വരെ ഇവിടെ ജീവിക്കും നീ എന്നല്ല നിന്റെ ഒരു രോമത്തിന് പോലും എന്നെ തകർത്താൻ കഴിയില്ല കേട്ടൊരു പൂണ്ടച്ചി തെറിയതാത്ത എന്ന് പറഞ്ഞ അറുവാണി അത് തന്നെ ഞാൻ വിളിക്കും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യം പറഞ്ഞ് ഇരുന്ന് നീ ലൈവ് ചെയ്യണം നാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്തോ വലിക്കാനാ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നോ ഫോൺ പേ ചെയ്യുന്നോ ഒന്നും വാങ്ങിച്ചിട്ടില്ല നിന്നെ ഞാൻ കണ്ടിട്ടുമില്ല മിണ്ടിയിട്ടുമില്ല ഒന്നുമില്ല ആ വൃത്തികെട്ട വെറുപ്പുളവാക്കുന്ന മുഖം എനിക്ക് കാണിയേ വേണ്ട ഒരു പാവം പിടിച്ച കൊച്ചിനെ നീ പലതും പറഞ്ഞ് അതിനെ നീ രോഗാവസ്ഥയിലേക്ക് എത്തിച്ച ഈ ലോകത്തിന് വൃത്തികെട്ട ഒരു മൈരത്തിയാ നീ എന്നിട്ടോ ഓരോ പെൺകുട്ടികളെയും പലതും പറഞ്ഞ് പുരുഷനെ കൊണ്ട് പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിപ്പിക്കുന്ന വെറും നീച്ച ജന്മമാണ് നീ അവള് എന്നെ കൂടുതൽ ഉണ്ടാക്കാൻ വരരുത് നിനക്ക് ചുമ്മാ അല്ലടി നീ അങ്ങനെ ഇരിക്കേണ്ടി ഗതികേട് വന്നത് നീ ഇനി അങ്ങനെ ഇരുന്ന് പോകത്തുള്ളൂ കേട്ടോ എന്റെ ശാപം കൂടെ നിനക്ക് കിട്ടിയേക്കോ എന്റെ ക്ഷേത്രമാണ് എന്റെ ദേവിയാണ് കളിക്കാൻ വരുന്നത് പൂണ്ടായി എല്ലാവരുടെ അടുത്ത് നീ പോകുമ്പോൾ എന്റെ അടുക്കൽ വരരുത് കുറെ പേര് അങ്ങനെ ഇറങ്ങിയതാ ലാസ്റ്റ് മരണപ്പെട്ടു പോയി പ്രാന്ത് പിടിച്ചു പോയി നീ എനിക്ക് കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൈരത്തി എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ വെളിയിൽ പോകും ആളുകൾ എനിക്ക് ചുറ്റും കൂടും അതെന്റെ സൗന്ദര്യം കണ്ടിട്ടാ എന്റെ അഖിലാവിനെയും കണ്ടിട്ടാ ഞാൻ സുന്ദരിയായിട്ടാ നിന്റെ മുഖം വികൃതം പിടിച്ച് അസൂയ വരുത്തതായതുകൊണ്ട് എന്റെ കുഴപ്പമാണോ നാഗാദേവിയെ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് നീ ആണോ പറയുന്നത് പൂണ്ടേ ഞാൻ നിനക്ക് ഒരു ദ്രോഹം ചെയ്യാത്തോളാം ഒരു ദ്രോഹത്തിനും വരാത്തോളാം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് തെണ്ടി തിന്നാൻ പോലും വന്നിട്ടില്ല ആഹാരം ചോദിച്ചു പോലും വന്നിട്ടില്ല ആ അതിന്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല നീ എല്ലാം കൂടെ കള്ളത്തരം പറയരുത് കേട്ടല്ലോ നാഗാദേവി അങ്ങനെ ആരോട് തെണ്ടി തിന്നുന്ന ടൈപ്പൊന്നും അല്ല എനിക്കുണ്ട് ഈ പുണ്ടച്ചി പൂർവിമോളെ ആത്മാഭിമാനം തെറിയതാത്ത എന്ന് പറയുന്ന വേശ്യ തേടിച്ച് ഇന്ന് ഞാൻ അങ്ങനെ തന്നെ വിളിക്കും ഇതുവരെയൊക്കെ ഞാൻ ക്ഷമിച്ചു ഇനി ഈ പൊതുസമൂഹത്തെ മുഴുവൻ ഞാൻ എന്റെ കയ്യിലാക്കും നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ എന്നെ ഈ രീതിയിലേക്ക് എത്തിച്ച ഓരോന്നിനെയും ഒരുത്തിക്ക് ഇപ്പൊ കൂലി കൊടുത്തതേ ഉള്ളൂ അവളും ഇതുപോലെയായിരുന്നു ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ ഒന്ന് ജീവിച്ച് പട്ട പിടിക്കാൻ വരുമ്പോൾ നിനക്കൊക്കെ എന്താ എല്ലിന്റെ ഇടയ്ക്ക് കിടന്ന് കുത്തുന്നു എന്നെ പോലെ ഒരു പാവം പിടിച്ചവർ ഇച്ചിരി ജീവനക്കോട് കൂടി എണീറ്റ് വരുമ്പോൾ നീ എന്നെ നിനക്ക് കൊല്ലണി പൂണ്ട പൂറി മോളെ ഷെബീനാദാത്ത എന്ന് പറയുന്ന പൂറിച്ച് അപ്പൊ നിനക്ക് സമാധാനം കിട്ടുമോ നീ സമാധാനത്തോട് നീ ഉറങ്ങില്ല വേശ്യ എന്ന് തന്നെ നിന്നെ ഞാൻ വിളിക്കും നാഗാദേവിയോട് നീ കളിക്കാൻ നിൽക്കണ്ട നീ വേറെ എല്ലാവരുടെ അടുത്തും വിട്ടുപിടി കേട്ടോ എന്റെ വിളക്ക് കത്തിപ്പിനെ നീ മുടക്കാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ മന്ത്രി വന്നാലും നിയമം വന്നാലും ഞാൻ എത്രത്തോളം വിളക്ക് കത്തിക്കുമോ അത്രത്തോളം ഞാൻ വിളക്ക് കത്തിക്കും സൂര്യൻ ചന്ദ്രൻ ഭൂമി ആകാശം അഗ്നി അവരോടൊന്നും തൊട്ട് കളിക്കരുത് മണ്ണ് വിണ്ണ് ജലം അവരൊക്കെ എന്റെ കൂട്ടുകാർ നീ കൂടുതൽ നീ ഉണ്ടാക്കാൻ വരരുത് ഞാൻ മനുഷ്യ ലോകത്തു നിന്നും ഞാൻ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക ഞാൻ എന്റെ നേരത്തെ നീ വരരുത് പുണ്ടച്ചി പൂറി മോളെ ഷെബീതാത്ത എന്ന് പറയുന്ന തിരിച്ച് പുണ്ടച്ചി വരരുത് മേലാൽ വരരുത് എന്നെ ഈ വിധം ആക്കിയത് നീയൊക്കെ തന്നെയാണ് മീഡിയ വഴി ഓരോ നിമിഷവും എന്നെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് നിന്നെ പോലുള്ള അറുവാണിച്ചുകളാ ഇനി എനിക്കൊരു പരിശ്രമം നോക്കാനില്ല ഞാൻ ജനങ്ങളെ മുഴുവൻ അങ്ങ് ഇറക്കും നിയമത്തെ മുഴുവൻ ഇറക്കും ഞാൻ ഇവിടെ താണ്ഡവം നിർത്തുവാടും എനിക്ക് ആവശ്യത്തിന് എനിക്ക് വെളിയിലോട്ട് പോകണം ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ എന്റെ ഒപ്പം ആള് കൂടുന്നു അതിന് അസുഖപ്പെട്ടിട്ട് കാര്യമില്ല നിന്റെ രണ്ട് കാലം ഒടുങ്ങി നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാൻ അറിയും കുഴപ്പം വികലാംഗ വൃത്തികെട്ടവളെ നിന്നെ ഞാൻ അങ്ങനെ വിളിക്കും എനിക്ക് ചെവി കേൾക്കാൻ വയ്യ അത് ഞാൻ അംഗീകരിച്ചു എന്റെ ഓർമ്മയും പോയിട്ട് എനിക്ക് ഓർമ്മക്കേടുണ്ട് കണ്ണ് നന്നായിട്ട് കാണില്ല കേൾവി നന്നായിട്ട് ഇല്ല എന്റെ പല്ല അവിടെ ഇവിടെ എല്ലാം പോയതാ എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതിയാവും ഞാൻ വരച്ചും എഴുതിയൊക്കെ ആരും ജീവിക്കുന്നത് അല്ലാതെ നിന്നെ പോലെ ഒരു മുറിക്കത്തിരുന്ന് കണ്ടതോ നുണയും കുതി ഒന്നും പറഞ്ഞല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്റെ ഓരോ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ ഗൂഗിൾ പേ നമ്പറും കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന തുകയെ ഞാൻ എടുത്ത് എനിക്ക് എന്റെ ആവശ്യത്തിന് വിനിയോഗിക്കുന്നത് എന്റെ വസ്ത്രം ഇവിടെ വാങ്ങുന്ന അരി പച്ച മുളക് ഉപ്പ് മുളകും എല്ലാം നിന്റെയൊക്കെ വീട്ടിൽ നോശാരത്തിന് ഞാൻ ഇവിടെ എടുത്തോണ്ട് വന്ന് കഴിക്കുന്നവളല്ല
ഇനി എനിക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വരലേടി പൂണ്ട പൂർണ്ണി മോളി ചെവി താത്ത എന്ന് പറയുന്ന തെറിയുമായിരത്തി വിട്ട് കളിയില്ല ഞാൻ അവളെ വിടില്ല ഞാൻ. അവൾ ആരെ ഇവിടുത്തെ എനിക്ക് ചെലവിനായിരുന്നു ആ പൂർണിമോളാണ് എങ്ങാണ്ട് കയറാൻ വേച്ചില്ല. അവളാണ് എനിക്ക് ചെലവിന് തരുന്നത്. അവൾ കഴിഞ്ഞ തവണ പറഞ്ഞ കഞ്ചാവ് ആ കുട്ടികൾ എനിക്ക് കൊണ്ടുവന്ന അതുകൊണ്ട് ഞാൻ അവരെ പോയിട്ട് പറയുന്നത്. ഞാൻ വിട്ടതാ, 1-2 തവണ ഞാൻ സംസാരിച്ചുള്ളൂ, വിട്ടതാ. നമ്മൾ ഒരു മനുഷ്യനൊരു പരിധി ഉണ്ടോ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അത് വിട്ട് കളഞ്ഞു പോയി. വീണ്ടും അവൾ ഇറങ്ങിയേക്കാം. അവൾക്ക് എന്തിനു കഴപ്പാ? നിനക്ക് വല്ല ആണുങ്ങളെ കോടി ആട്ടണമെന്നുണ്ടെങ്കിൽ നീ ആരെങ്കിലും വിളിച്ച് കയറ്റിക്ക്. അതിന് നാട്ടിലുള്ള പെണ്ണുങ്ങൾ എന്തിനാ പറയുന്നത്? എന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് കുട്ടിത്തം തോന്നുന്ന സുന്ദരമായ മുഖം ഉണ്ടാകുന്നു, അഴകുള്ളൊരു മുഖം. എനിക്ക് ചെവിയും കേൾക്കാൻ പറ്റില്ല, നല്ലവണ്ണം കണ്ണു പോലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്നെ എനിക്ക് ജീവിക്കാൻ മാർഗം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിത്രം വരച്ച് നിന്റെ അടുത്ത് തണ്ടാൻ വന്നോ? ആ മൈരിന്റെ അടുത്തോട്ട് തണ്ടാൻ വന്നോ? ഇല്ല, നീ പറഞ്ഞില്ല ഞാൻ തെണ്ടി ജീവിക്കുന്നു കുണ്ട പൂർണിമോളെ. നിന്റെ അടുത്ത് എപ്പോഴാണ് ഞാൻ തണ്ടാൻ വന്നത് വേശിയെ? നീ എനിക്ക് എപ്പോഴാണ് പൈസ തന്നത് വേശിയെ? നിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നത് കാരണം നിനക്ക് കരപ്പാണ്. വല്ല ആണുങ്ങളെ കൊണ്ടിട്ട് കയറ്റി പൂണ്ടേ എന്റെ തോളെ കറമ്പഴ എല്ലാവരും തോളെ കയറ്റിൽ നിന്ന് നീ വിരലിട് കവച്ച് വെച്ച് എല്ലാവരുടെയും തോളെ കയറ്റിൽ നിന്ന് 4 ദേവിയുടെ അടുത്തേക്ക് വരുക. നിനക്ക് മാത്രം കാറിനകത്തും പൂർണ്ണത്തിലും ഇരുന്ന് യാത്ര ചെയ്താൽ മതിയോ? ഞാനൊരു കാറിനകത്തിലിരുന്ന് യാത്ര ചെയ്ത് ആദ്യമൊക്കെ എന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഇരുന്ന് അങ്ങ് വിങ്ങുവാ. ഞാൻ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. എപ്പോഴും ഒരാൾ കൊലപാതകയാവുന്നത് നിനക്ക് ഒരു മൈരത്തിൽ അവരുടെ ക്ഷമ കെട്ട് കഴിയുമ്പോഴാണ് അവർ കൊലപാതകങ്ങളാവുന്നത്. നിന്നെ ഞാൻ ഇപ്പോൾ കൊല ചെയ്യുക. പരമാവധി നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിച്ച് പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ പൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യം ഇല്ലാതെ ഇവിടെ രോഗമില്ലാതെ ജീവിക്കുക. എന്റെ നേരെ കേസ് കൊടുക്കണം, ജയിലിൽ കെട്ടണം. ഞാൻ നിന്റെ എന്തോ എടുക്കാൻ വന്നിട്ട് പൂണ്ടേ മോളെ? ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ